വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടന്നു. വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണവും നടത്തി. കേരളത്തിന്റെ ഒരുമ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നായിരുന്നു കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ ഓശാന സന്ദേശം. പീഠാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായുള്ള ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം. കുരുത്തോലകളേന്തി വിശ്വാസികൾ പ്രത്യേക ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. കേരളത്തിന്റെ ഒരുമയും സാഹോദര്യവും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തി കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ ഓശാന സന്ദേശം. കേരളത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ സൗഹാർദ്ദവും സ്നേഹവും ഒരുമയും കൂട്ടായ്മയും ഒക്കെ ഉണ്ട്. അത് തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ കൂടെ കൂടാതെ ആ ഒരുമയും സ്നേഹവും കൂട്ടായ്മയും കാത്തു പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വരത്തിനു വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. സഭയുടെ ശക്തി സംഘടനകളും സ്ഥാപനങ്ങളുമല്ല, ദൈവത്തിന്റെ കരങ്ങളാണെന്നായിരുന്നു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ സന്ദേശം. തോപ്പിൽ മേരി ക്വീൻ പള്ളിയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് വിശുദ്ധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. സഭയുടെ ശക്തി സ്ഥാപനങ്ങളല്ല, സഭയുടെ ശക്തി സംഘടനകളല്ല, സഭയുടെ ശക്തി ദൈവത്തിൻ്റെ കരത്തിൻ്റെ ബലമാണ്. ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നിൽക്കുക. നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ശുശ്രൂഷകൾക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസിലിയോസ് മാർ ക്ലീമിസ് കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പല കലാലയങ്ങളിലും കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളായിട്ട് പരസ്പരം തല്ലും അടിപിടിയും കത്തിക്കുത്തും കൊലപാതകമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം അവർക്ക് പ്രചോദനം നൽകുന്നത് ലഹരി വലിയ പ്രശ്നമുള്ളതല്ല എന്ന് കാണിക്കുന്ന ചില സിനിമകളും അതുപോലെ തന്നെ ലഹരിക്ക് കൂടുതൽ മദ്യം ഒഴുക്കുന്നതായ ഗവൺമെന്റുമൊക്കെയാണ് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കും. മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശ്രേഷ്ഠ കാത്തോലിക്ക ബസിലിയോസ് ജോസഫ് ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ.
Bashumayo deshubohato bamaraume. മലങ്കര സഭയുടെ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണ സംവിധാനത്തിലുള്ള ദൈവാലയമല്ല ഇത്. മറുവിഭാഗത്തിൻ്റെ കൈവശമുള്ള ഇടവകളിലൊന്നും നമ്മൾ പോകാറില്ല. മറിച്ച് നമ്മളുടെ കൈവശം വരുന്ന പല ദൈവാലയങ്ങളും നിയമത്തിൻ്റെ വഴിയിലൂടെ ഇന്ന് അവരുടെ കൈകളിലുമാണ്. കണ്ണൂർ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചത്. എറണാകുളം വല്ലാർപാടം ബസലിക്കയിൽ ഓശാനയാത്ര ആരംഭിച്ചത് ഹിന്ദു ഗൃഹത്തിൽ നിന്നായിരുന്നു. ഇടപ്പള്ളിയിലെ മീനാക്ഷിയമ്മയുടെ കുടുംബ വീട്ടിൽ നിന്നായിരുന്നു യാത്ര. തിങ്കൾ മുതൽ ബുധൻ വരെ ദേവാലയങ്ങളിൽ ദിവ്യബലി അർപ്പിക്കും. പെസഹ, ദുഃഖവെള്ളി ആചരണങ്ങൾക്ക് ശേഷം ശനിയാഴ്ച രാത്രി ഉയർപ്പ് തിരുകർമ്മങ്ങളിലേക്ക് കടക്കും. ഞായറാഴ്ച പുലർച്ചെയോടെ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.